തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അറവുകാട് ദേവസ്വം സ്കൂളിലും അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസീസി സ്കൂളിലും പൂർത്തിയാക്കി. തുടർന്ന് 1990 ജൂൺ 14 ഫോർട്ട് കൊച്ചി മൗണ്ട് കാർമൽ മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. തന്റെ പ്രീ ഡിഗ്രി സാന്താക്രൂസ് കോളേജിൽ പൂർത്തിയാക്കിയതിനു ശേഷം 1994 ആലുവ കാർമൽഗിരി സെമിനാരിയിൽ നിന്ന് ഫിലോസഫിയിലും ഒപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഡിപ്ലോമയും പൂർത്തിയാക്കി. പിന്നീട് 1997 മുതൽ 2000 കാലയളവിൽ ആലുവ കാർമൽഗിരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 1999 അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിൽ നിന്ന് ഡീക്കൻ പട്ടം സ്വീകരിക്കുകയും തുടർന്ന് 2000 ഡിസംബർ 28 അഭിവന്യ ജോൺ തട്ടുങ്കൽ പിതാവിൽ നിന്ന് വൈദിക പട്ടവും സ്വീകരിച്ചു. സാന്താക്രൂസ് ബസിലിക്ക ദേവാലയത്തിലും സാന്തോം പള്ളിയിലും സഹകാരിയായി സേവനം ചെയ്തുകൊണ്ട് തൻ്റെ വൈദിക ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു. പെരുമ്പളം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലും കോച്ചേരി സെയിന്റ് മേരീസ് ദേവാലയത്തിലും പ്രീസ്റ്റ് ഇൻചാർജായി സേവനം ചെയ്തു. പിന്നീട് കല്ലഞ്ചേരി സെയിന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിലെ വികാരിയായും നമ്മുടെ ഈ ദേവാലയത്തിൽ വികാരിയായും സേവനം ചെയ്തു വരുന്നു. ഇതിനിടയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ബാംഗ്ലൂർ സെയിന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൻ ലോയിൽ ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് റോമിലെ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി. പ്രിയപ്പെട്ട ഇമ്മാനുവൽ അച്ഛ, ഇന്നേ ദിനം അച്ഛനോടൊപ്പം ഞങ്ങളും അച്ഛൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അച്ഛൻ നടത്തിയ ത്യാഗത്തിന് നന്ദി, സ്നേഹത്തോടെ നൽകിയ തിരുത്തലിന് നന്ദി. കാടിയിലെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ അനുഗ്രഹീതമായ ദിനത്തിൽ അച്ഛന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
കാലയളവിൽ എന്നെ കൈപിടിച്ച് നടത്തിയ തമ്പുരാന് നന്ദി പറയാനാണ് ഈ ബലി നമ്മൾ ഒരുമിച്ച് ചേർന്നർപ്പിക്കുക. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് ആയിരിക്കുന്നിടങ്ങളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് സാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ചിലതൊക്കെ ശരിയായിട്ടുണ്ട്. മറ്റേ ആ ചക്കം പറഞ്ഞതുപോലെ ചിലവൾക്ക് ശരിയാകും, ചിലവൾക്ക് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ കെട്ടുപിണഞ്ഞതാണ് ഒരു പുരോഹിതൻ്റെ ജീവിതമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇഷ്ടക്കേടുകൾ ഉണ്ടാകുമ്പോഴും അത് കർത്താവിൻ്റെ നീതിയിലും സത്യത്തിലും ശരിയായിട്ട് ചെയ്യുമ്പോഴാണോ എന്നൊരു ആത്മപരിശോധന എപ്പോഴും നടത്താറുണ്ട്. ചിലർക്കത് ദുശാഠ്യമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. ചിലരോട് മാപ്പ് ചോദിക്കാനുമുണ്ട്. വേദനിക്കാനിടയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ഈ വഴിയിൽ തിരുത്തലുകൾ, ഉപദേശങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു വൈദികനും പ്രത്യേകിച്ച് വികാരിയച്ഛന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വേദനിപ്പിക്കപ്പെട്ടിരിക്കാം ചിലരെങ്കിലും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ആരെയും മുറിവേൽപ്പിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഏറെ മുറിവേൽപ്പിക്കപ്പെട്ടവനെയാണ് നമ്മൾ ആരാധനയോടെ ഈ അൾത്താരയിലേക്ക് നോക്കുക. സ്വയം മുറിവേൽക്കുമ്പോഴും തന്നെ മുറിവേൽപ്പിക്കുന്നവരോട് പൊറുക്കണേ എന്ന് പിതാവിൻ്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ടാണ് കർത്താവ് കടന്നുപോയത്. നമ്മളുടെ മനുഷ്യബന്ധങ്ങളും കർത്താവിൻ്റെ കരുണയിൽ നവീകരിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ മുറിവുകളൊക്കെ കർത്താവിൻ്റെ കരുണയാൽ ഉണക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവർക്കും വേണ്ടി എല്ലാവരോടുമൊപ്പം ഈ കൃതജ്ഞതാബലി ഞാൻ അർപ്പിക്കുന്നു. എല്ലാവരും എന്നോടൊപ്പം ഈ ബലിയിൽ പങ്കുകൊള്ളുമ്പോൾ എനിക്ക് വേണ്ടിയും ഞങ്ങളിവിടെ അൾത്താരയിലുള്ള അച്ഛന്മാർക്ക് വേണ്ടിയും ഞങ്ങളെ കണ്ടിട്ട് ഇതേ മാർഗം സ്വീകരിച്ചിട്ടുള്ള ബ്രദേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങളുടേതുപോലെയൊക്കെ തന്നെയാണ്. ആദത്തിൻ്റെ മക്കളായതുകൊണ്ട് ഇടയ്ക്ക് വീണുപോകും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പിടിച്ചേൽപ്പിക്കും, ചിലപ്പോൾ പതറിപ്പോകും. അപ്പോഴൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് കൂട്ടായി ഉണ്ടാകേണ്ടത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഈ ബലി നമുക്കൊന്ന് ചേർന്നർപ്പിക്കാം. കൃതജ്ഞതയുടെ ഈ ബലി നമുക്കൊന്ന് ചേർന്നർപ്പിക്കാം. എൻ്റെ ശരീരമാണ്. അപ്രകാരം തന്നെ കാലം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിനെന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു.
ദിനത്തിന് അച്ഛനോടൊപ്പം നന്ദി പറയുവാനും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവിടെ ആയിരിക്കുന്നു. അവിടുത്തെ മനുഷ്യാവതാരങ്ങൾ ഭൂമിയും സ്വർഗവും ചേർത്തിണക്കിയ ദൈവം നിങ്ങളെ തന്റെ സമാധാനത്തിന്റെയും സന്മനസ്സിന്റെയും ദാനങ്ങളാൽ നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാകാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നതന്നെ എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിനും ദിവ്യപൂജ സമാപിച്ചു. ആ പ്രശ്നത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് അച്ഛൻ്റെ മാതാപിതാക്കളെയാണ്. ആന്റണിയെന്നാണ് എരിയപ്പൻ്റെ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുന്നു. പന്തൂരിച്ചേട്ടൻ്റെ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത്. കാരണം കുഞ്ഞുനാളിൻ്റെ വഴിയാണ് പ്രശ്നമുള്ളതാണ്. ആ വഴിയിലേക്ക് പോകുമ്പോൾ മറ്റു പ്രശ്നങ്ങളുണ്ടാകും. അതിനകത്ത് അതുപോലെ അച്ഛനെ ആശംസകൾ നേരുകയാണ്. ഞാൻ ഇതുമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഉദ്യമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഞാൻ പോലും അറിയുന്നു. മറ്റുള്ളവർക്കാരും അറിയില്ല. ഇപ്പം എൻ്റെ ഓഫീസ് റൂമിൽ കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നാൽ പറ്റില്ല, ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരണം. ഇത്രയും മെനക്കെട്ടത് മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഇത്രയും കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നൊക്കെ ഒന്ന് അറിയണം നമ്മളുടെ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ അൾത്താരയിൽ സമർപ്പിച്ച് ഇനിയും പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് ഉറപ്പു തരുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എനിക്കൊക്കെ വാങ്ങി തന്നത് റോക്കി ബൈജുവാണ്. നല്ല ഒരു തുക ചിലവാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ഇത് മെനക്കെട്ട് ചെയ്യുമ്പോൾ ഇന്നാരും കൊണ്ടുവന്ന് മനഃപൂർവ്വം അല്ലേയിരിക്കും. എന്നാലും 34,000 രൂപ മുടക്കുള്ളതാണ് ഒരു മരം മുറിച്ചു മാറ്റേണ്ടി വന്നതിനുള്ള പ്രായശ്ചിത്താണ് ഈ 25 മരങ്ങൾ. അത് ഓർത്തേക്കുക നിങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണതാണ്. നിങ്ങൾക്ക് മരിച്ച് അടക്കി കിടക്കാനുള്ള ഇട ഒരുക്കാൻ ഒരു മരം മുറിച്ചതിനാണ് ഇവിടെ പള്ളിക്ക് ചുറ്റും 25 മരങ്ങൾ എൻ്റെ ജൂബിലിയുടെ പേര് പറഞ്ഞാണ് വെക്കുന്നതെങ്കിൽ പോലും ഉതകുന്നത് നിങ്ങൾക്കായിരിക്കും. ഇനി ഒരു മാവും തൈയും കൂടെ നടാനുണ്ട്. അതോടുകൂടെ അത് പൂർത്തിയാകും. ഇനി ഒരു ദിവസം ആരും നനക്കാനില്ലെങ്കിൽ
അവിടെ ഓസ് എടുത്തിട്ടൊന്ന് കുത്തി നനക്കാനുള്ളൊരു മെനക്കേട് ആർക്കെങ്കിലും സന്മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ വളരുക. അപ്പോൾ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു.